കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2025-26 ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2025-26 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് 26, 27, 28, 30 തീയതികളിലായിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കും. നിങ്ങൾ ഏത് ഡേറ്റിലാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം. യൂണിവേഴ്സിറ്റി ഫീസ് വരുന്നത് SC ST വിദ്യാർത്ഥികൾക്ക് 865 രൂപയും മറ്റുള്ളവർക്ക് 2275 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഓൾറെഡി ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾ ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ട. നിങ്ങൾക്ക് കോളേജുകൾ മാറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തിരുന്നാൽ മതി. നിങ്ങൾ ഇനി ഫീസ് അടയ്ക്കേണ്ട. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടത്. അവർ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. അതിലായിരിക്കും നിങ്ങളുടെ കോഴ്സും കോളേജും നിങ്ങൾ പോകേണ്ട ഡേറ്റും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു ഹയർ ഓപ്ഷൻ നിലനിർത്തിയ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ കോളേജിൽ പോയി നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഇനി തുടരാനായിട്ട് സാധിക്കത്തില്ല. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജാണോ വന്നിരിക്കുന്നത് ആ കോളേജിൽ തന്നെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണ് കിട്ടിയെങ്കിൽ പോലും നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം. അല്ല എങ്കിൽ നിങ്ങൾ ഇനിയുള്ള അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കുന്നില്ല. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുക. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. ദെൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി നെക്സ്റ്റ് ഹയർ ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നെക്സ്റ്റ് കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്